അനിരുദ്ധൻ കവലയിൽ ബസ്സിറങ്ങുമ്പോൾ ദല്ലാൽ നാരായണൻ നായർ ഒരു ഓട്ടോയുമായി കാത്തു നിന്നിരുന്നു. അനിരുദ്ധ സാറല്ലേ, ഇങ്ങോട്ട് കയറിയാട്ടെ. അനിരുദ്ധൻ ചിരിച്ചു. നാരായണൻ നായർക്ക് ദല്ലാൽ പണി മാത്രമല്ല അല്ലേ? കോശി പറഞ്ഞിരുന്നു സർവകലകളും പയറ്റി തെളിഞ്ഞതാണെന്ന്. ജീവിക്കണ്ടേ സാറേ, കുറച്ച് സേവന പ്രവർത്തനങ്ങളുണ്ട്. പൈസ വേണ്ടേ? ഇപ്പം തന്നെ പ്രായം 50 കഴിഞ്ഞു. വേറെ സമ്പാദ്യമൊന്നുമില്ല. നിത്യ ചെലവിനുള്ള വക കണ്ടെത്തണ്ടേ? നാരായണൻ നായർ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പറഞ്ഞ് മുഴുവൻ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും അയാൾ നടത്തിക്കൊണ്ടിരുന്ന സ്നേഹവീട് എന്ന അഗതി മന്ദിരത്തെക്കുറിച്ചുമായിരുന്നു. എല്ലാ പ്രായക്കാരും ഉണ്ട്. അച്ഛന്മാരും അമ്മമാരും പിന്നെ ചേച്ചിമാർ, കുറേ കൊച്ചു പെൺകുട്ടികൾ. നല്ല രസമാണ് സാറേ. അവർക്ക് കൊടുക്കാതെ എൻ്റെ വയറ് നിറയില്ല. നാരായണൻ നായർ ഒരു ഓടിട്ട ഒരു പഴയ വീടിനു മുന്നിൽ ഓട്ടോ നിർത്തി. അനിരുദ്ധൻ വീടിനെ നോക്കി നിന്നു. നാരായണൻ നായർ വണ്ടിയിൽ നിന്നും ബാഗുകളെടുത്ത് ഉമ്മറത്ത് വെച്ചു. പുറത്ത് കാണുന്നത് പോലെയല്ല സാറേ അകത്തെ സൗകര്യങ്ങൾ. വീട്ടിൽ ഫർണിച്ചറും പാത്രങ്ങളും എല്ലാം ഉണ്ട്. കോശി സാറിൻ്റെ ഫ്രണ്ട് മേജർ സാബിൻ്റെ കുടുംബ വീടാണ്. വർഷത്തിലൊരിക്കൽ സാബ് വന്ന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തും. ഈ വീട് വാടകയ്ക്ക് പോലും കൊടുക്കാറില്ല. അനിരുദ്ധ സാറ് കോശി സാറിൻ്റെ സുഹൃത്താണ്. കളക്ട്രേറ്റിലാണ് ജോലി. കഥാകൃത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ വാടക പോലും വേണ്ട 2 മാസത്തേക്ക് വീട് നൽകിക്കൊള്ളാൻ സാർ എന്നോട് പറഞ്ഞു. അനിരുദ്ധ സാറിൻ്റെ കഥ സിനിമയായി വരുമ്പോൾ ഒന്നിച്ചു പോയി കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നാട്ടുകാർക്കത് അഭിമാനമാണല്ലോ. അനിരുദ്ധൻ ചിരിച്ചും കൊണ്ട് താക്കോൽ ഏറ്റുവാങ്ങി. കോശി സാറ് പറഞ്ഞിരുന്നു അവിവാഹിതനാണെന്ന്. സാറിന് ആഹാരം വേണമെങ്കിൽ അടുത്ത ചായക്കടയിൽ ഏർപ്പാടാക്കാം. പിന്നെ നാരായണൻ നായർ പുറകിലുള്ള വീട്ടിലേക്ക് കൈ ചൂണ്ടി. ലോറിക്കാരൻ പ്രസാദിൻ്റെ വീടാണത്. വർഷങ്ങൾക്ക് മുമ്പ് എവിടെ നിന്നോ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പാർപ്പിച്ചു. ഇപ്പോൾ 12 വർഷമായി. 2 ആൺകുട്ടികളുണ്ട് അവർക്ക്. അവനൊരു കുടിയനാണ്. വീട്ടിൽ വന്ന ആകെ പ്രശ്നം. അവർക്ക് ചെലവിനൊന്നും കൊടുക്കത്തില്ല. എൻ്റെ സ്നേഹ വീട്ടിലേക്ക് പലതവണ ഞാൻ അവളെയും പിള്ളേരെയും ക്ഷണിച്ചതാണ്. ആ പെണ്ണ് പറയുന്നത് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണിതെന്നാണ്. അവിടെ കിടന്ന് ചാവുമെന്നാണ് അവൾ പറയുന്നത്. ഇക്കാലത്ത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളോ? മനസ്സിന് ധൈര്യമുള്ളവളാണ്. 2 പശുക്കളെ വളർത്തുന്നുണ്ട്. പുല്ല് തീറ്റുന്നതും തേങ്ങ പെറുക്കിയെടുക്കുന്നതും പ്രസാദ് കുടിച്ചിട്ട് വരുന്ന രാത്രികളിൽ ഒളിച്ചിരിക്കുന്നതുമൊക്കെ ഈ പുരയിടത്തിലാണ്. അതുകൊണ്ടാണ് മേജർ സാബ് പടിഞ്ഞാറ് വശത്ത് മാത്രം മതിൽ കെട്ടാതെ ഇട്ടിരിക്കുന്നത്. എൻ്റെ എഴുത്തിനെ ആരും ശല്യപ്പെടുത്താതിരുന്നാൽ മതി. കാഞ്ചന പാവ. കോശി സാറ് പറഞ്ഞിരുന്നു എപ്പോഴും ചായ കുടിക്കുന്ന ആളാണെന്ന്. അനിരുദ്ധ സാറെന്ന്. രാവിലെയും വൈകിട്ടും 1/2 ലിറ്റർ പാല് കൊണ്ടുതരാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി സാറേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇന്ന് വൈകിട്ട് ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. നാരായണൻ നായർ ഓട്ടോ സ്റ്റാർട്ടാക്കിയപ്പോൾ അനിരുദ്ധന് 500ൻ്റെ 2 നോട്ടുകൾ അയാളുടെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളത്തേക്കുള്ള പച്ചക്കറി വാങ്ങാൻ കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. അനിരുദ്ധൻ രാവിലെ ഉണർന്നപ്പോൾ വളരെ വൈകിയിരുന്നു. മുറ്റത്തൊരു മൊന്തയിൽ പാലടച്ചു വെച്ചിരിക്കുന്നു. ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. ചായ ഉണ്ടാക്കി കുടിച്ചു. പാചകം ഇഷ്ടമില്ലാത്ത ജോലിയാണ്. ഇന്നത്തെ പ്രാതൽ ചായയിൽ ഒതുക്കാം. ഉച്ചയ്ക്ക് കടയിൽ പോയി കഴിക്കാം. 2 മാസത്തെ ലീവ് മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് കഥ ശരിയാക്കി കൊടുക്കണം. കോശിയുടെ ഡ്രീം പ്രോജക്റ്റാണ്. കഥ കേട്ടപ്പോൾ തന്നെ അവൻ ഇഷ്ടമായി. അതാണ് എഴുതാൻ അവൻ്റെ നാട്ടിൽ തന്നെ ഒരു വീടൊരുക്കി തന്നിരിക്കുന്നത്. പേനയും പേപ്പറും പുതിയ ലാപ്ടോപ്പും ഒക്കെ വാങ്ങി തന്നിട്ടാണ് വിട്ടത്. 2 ആഴ്ച വരെ ശല്യപ്പെടുത്തില്ല എന്ന ഉറപ്പ് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയെക്കുറിച്ച് ആലോചിച്ചു. മനസ്സുകൊണ്ട് അനുവാദം വാങ്ങി അനിരുദ്ധൻ എഴുതാൻ തുടങ്ങി. അമ്മ കിടപ്പായിട്ട് മാസങ്ങളായി. അമ്മയെ ചേട്ടനെയും ചേട്ടത്തെയും ഏൽപ്പിച്ച് പുറപ്പെടുമ്പോൾ നല്ല വിഷമവും ഉണ്ടായിരുന്നു. ഇവിടെ എഴുത്തിന് നല്ല അന്തരീക്ഷമാണ്. ശാന്തമായ പ്രകൃതി. 1-2 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു മടുപ്പുമില്ലാതെ എഴുതാൻ കഴിഞ്ഞു. ചിന്തകളുടെ കുത്തൊഴുക്കായിരുന്നു. മൂത്രമൊഴിക്കാനായി ഒന്ന് എഴുന്നേറ്റു. ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് ഉണ്ടായിട്ടും പടിഞ്ഞാറ് വശത്തെ ചാവക്കാട് കുള്ളൻ തെങ്ങിൻ്റെ ചുവട്ടിലാണ് നിന്നത്. ഇന്നലെ രാത്രിയും രാവിലെയും ഇവിടെ തന്നെയാണ് മുള്ളാൻ നിന്നത്. എത്ര നാളുകൾക്ക് ശേഷമാണ് ഓപ്പൺ എയറിൽ മുള്ളാൻ സാധിച്ചത്. പിറകിലൊരു നിഴലനക്കം. അനിരുദ്ധൻ തിരിഞ്ഞു നോക്കി. കയ്യിൽ മൊന്തയുമായി ഒരു സ്ത്രീ നിൽക്കുന്നു. മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള കോട്ടൺ സാരി ധരിച്ച ഒരു ചെറുപ്പക്കാരി. എണ്ണ തേക്കാതെ ചെമ്പിച്ച മുടിയിഴകൾ പറന്നു കിടക്കുന്നു. സാരി കണങ്കാലിൻ്റെ മുകളിൽ വെച്ചാണ് ഉടുത്തിരിക്കുന്നത്. കാലിൽ കിടക്കുന്ന റബ്ബർ ചെരുപ്പിൽ ചാണകം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. പാത്രം എടുക്കാൻ വന്നതാണ് സാർ. കാഞ്ചന. അവൾ തലയാട്ടിക്കൊണ്ട് വേലിയുടെ വിടവിലൂടെ കടന്നുപോയി. അനിരുദ്ധന് ചമ്മൽ തോന്നി. താൻ ചെയ്തത് അവൾ കണ്ടു കാണില്ലേ? ഒരു സന്ധ്യാസമയത്ത് നാരായണൻ നായർ കയറി വന്നിരുന്നു. കയ്യിലൊരു മദ്യക്കുപ്പിയുണ്ടായിരുന്നു. പരസ്പരം കഥ പറഞ്ഞ് വരാന്തയിലെ ഇരുണ്ട വെളിച്ചത്തിലിരുന്ന് വർത്തമാനം പറയാൻ നല്ല രസമുണ്ടായിരുന്നു.
സാറ് പ്രണയിച്ചിട്ടുണ്ടോ? കഥാകാരന്മാർ തീവ്ര പ്രണയിതാക്കളാണെന്നാണല്ലോ പറയുന്നത്. പണ്ട് പ്രീ ഡിഗ്രി സമയത്ത് ഒരിഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പെണ്ണുങ്ങളെ സന്തോഷിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാകും അവൾ എന്നെ തേച്ചിട്ട് പോയി. അതെന്നോട് കോശി സാറ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടുമുട്ടിയ കഥ ആദ്യമായി കള്ളു കുടിച്ച് ബോധം പോയപ്പോൾ എടുത്ത് തോളിലിട്ട് കോശി സാറ് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയ കഥ. അതായിരുന്നു തുടക്കം. പിന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടിയത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് നാരായണൻ നായർ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതേ ബാറിൽ വെച്ച്. എൻ്റെ അവസ്ഥ പഴയത് തന്നെയായിരുന്നു. വീണ്ടും ഒരു തേപ്പ് കിട്ടി. കുടിച്ച് കിളിപോയ അവസ്ഥ. ഇപ്രാവശ്യം എനിക്ക് 2 തല്ല് തന്നിട്ടാണ് കോശി എന്നെ എടുത്തുകൊണ്ട് പോയത്. എന്തിനാടാ കുടിച്ചത് എന്നോട് ചോദിച്ചപ്പോൾ മറ്റൊരു പെണ്ണും തേച്ച കാര്യം പറഞ്ഞു. വീണ്ടും ഒരു പ്രണയ നൈരാശ്യോ? അതെന്തായാലും കോശി സാറിനെ പരിചയപ്പെടാൻ കാരണമായല്ലോ. അതേ പിന്നെ എന്നെ കോശി വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് കഥകൾ എഴുതിച്ചു. അവൻ സിനിമകൾ നിർമ്മിച്ചു. ഞങ്ങളുടെ സൗഹൃദം നാൾക്ക് നാൾ വളർന്നു വന്നു. ഇപ്പോൾ അവനൊരാഗ്രഹം. അവൻ്റെ നാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രണയകഥ ഞാൻ തന്നെ എഴുതണമെന്ന്. അതാ സർക്കാർ സർവീസിൽ നിന്ന് ലീവ് എടുപ്പിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. എനിക്കെങ്ങാനും പ്രണയിക്കാനറിയാമോ? എഴുതാനറിയാമോ? അറിയില്ല കോശി. നിന്റെ അവസ്ഥ എന്താകുമെന്ന്. അനിരുദ്ധൻ കൈ 2 ഉയർത്തി. നാരായണൻ നായർ പൊട്ടിച്ചിരിച്ചു. ചുമ്മാ പറയുന്നതാണ് നാരായണേട്ടാ. മാസികയിൽ പ്രസിദ്ധീകരിച്ച ചുവന്ന പുഷ്പങ്ങൾ എന്ന നോവലിൽ അനിക്കുട്ടൻ മേഘയെ പ്രണയിക്കുന്നത് എന്തൊരു രസമാണെന്നറിയാമോ? 2 പേരും തിരിഞ്ഞു നോക്കി. കാഞ്ചനയാണ്. അവൾ പെട്ടെന്ന് നാക്ക് കടിച്ചു. അവളാകട്ടെ അബദ്ധം പറ്റിയ പോലെ ചമ്മി നിൽക്കുന്നു. നീ ഇതൊക്കെ വായിക്കുമോ കാഞ്ചനെ? അത് പിന്നെ നമ്മുടെ വായനശാലയിൽ സാറിൻ്റെ ഒരു ബുക്കുണ്ടായിരുന്നു. സാറിൻ്റെ ഫോട്ടോ കണ്ട് ഞാനെടുത്ത് വായിച്ചതാണ്. നല്ല എഴുത്താണ് ഈ സാറിൻ്റെ. അവൾ അനിരുദ്ധനെ നോക്കി ചിരിച്ചു. ആദ്യമായിട്ടാണ് കാഞ്ചന ചിരിക്കുന്നത് അനിരുദ്ധൻ കണ്ടത്. നല്ല ഭംഗിയുള്ള പല്ലുകൾ, ഇടത് കവിളിലെ നുണക്കുഴി. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം. അബദ്ധം പറ്റിയ പോലെ അനിരുദ്ധൻ നോട്ടം പിൻവലിച്ചു. അന്ന് രാത്രി മുഴുവൻ അയാൾ കാഞ്ചനയെക്കുറിച്ച് ചിന്തിച്ചു. നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഏതോ നാട്ടിൽ കഥ എഴുതാൻ വന്നു കിടക്കുന്നു. ഒരാരാധികയെ കണ്ടുമുട്ടി. ഈ നോവലിലെ നായികയ്ക്ക് കാഞ്ചനയുടെ മുഖഛായ മതിയെന്ന് അനിരുദ്ധൻ തീരുമാനിച്ചു. അയാൾ നേരം വെളുക്കുന്നതുവരെ എഴുത്തു തുടർന്നു. രാവിലെ ഉണർന്നപ്പോൾ വളരെ വൈകി. തലേന്നത്തെ കെട്ടുവിട്ടിട്ടില്ല. പാൽ വന്നിട്ടില്ല. ചായ കുടിക്കാൻ അതിയായ ആഗ്രഹം തോന്നി. മുറ്റത്തെ ചാവക്കാടൻ കുള്ളന്റെ അടുത്തെത്തിയപ്പോൾ കാഞ്ചന വേലിയുടെ വിടവിലൂടെ 2-3 പാത്രങ്ങളുമായി വന്നു. അനിരുദ്ധന്റെ പ്രവൃത്തിയെ ഗൗനിക്കാതെ അവൾ വീടിനകത്തേക്ക് പോയി. കാഞ്ചന അടുക്കളയിൽ എന്തോ ചെയ്യുകയാണ്. അവിടേക്ക് കടന്നു ചെല്ലാൻ അയാൾ മടിച്ചു. പല്ല് തേച്ച് എഴുത്തുമേശയിൽ വന്നിരിക്കുമ്പോൾ ചായയും പലഹാരങ്ങളുമായി കാഞ്ചന എത്തി. എഴുത്ത് നടക്കട്ടെ. പ്രാതൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. പൂ പോലെ ഇഡലിയും വെളുവെളുത്ത ചമ്മന്തിയും. ഔചിത്യമൊന്നും നോക്കാതെ അവളുടെ മുന്നിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. നന്നായിട്ടുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് കാലിയായ പാത്രം വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോയി. നായികയുടെ ചിത്രം തെളിഞ്ഞപ്പോൾ എഴുത്തുഷാറായി. 2 ആഴ്ച കഴിഞ്ഞ് കോശി വന്നപ്പോൾ പൂർത്തിയായ കഥ കാണിച്ചു. ഹളിയാ, റൊമാൻസ് നീ പൊളിച്ചല്ലോ. പക്ഷെ നായകൻ ഇത് മനസ്സിൽ കൊണ്ട് നടന്നാൽ മതിയോ? പെട്ടെന്ന് അവളോട് തുറന്നു പറയണ്ടേ? വേണമെന്ന് അനിരുദ്ധൻ തലയാട്ടി. കോശി പോയപ്പോൾ തൻ്റെ നായകനെക്കൊണ്ട് പ്രണയാഭ്യർത്ഥന നടത്തിക്കാനായുള്ള തന്ത്രങ്ങൾ അനിരുദ്ധൻ മെനഞ്ഞു. എങ്ങനെ തുടങ്ങണമെന്നറിയാതെ കുഴഞ്ഞുപോയി. എഴുത്ത് നിന്നുപോയി. അനിരുദ്ധൻ തലയിൽ കൈവച്ചിരുന്നു പോയി. കാഞ്ചന വരുമ്പോൾ അനിരുദ്ധൻ എഴുത്തുമേശയിൽ തലവെച്ച് കിടക്കുകയാണ്. അവളുടെ സാന്നിധ്യം അയാൾ അറിഞ്ഞതേയില്ല. വൈകുന്നേരത്തെ ചായ റെഡിയാക്കി അവൾ അനിരുദ്ധൻ വിളിച്ചുണർത്തി നോക്കി. നല്ല ഉറക്കമാണ്. ചെരിഞ്ഞ് മേശയിൽ തലവെച്ച് കിടക്കുന്ന അയാളുടെ തോളിൽ അവൾ മെല്ലെ തൊട്ടു. അയാൾ സ്വപ്നത്തിലെന്ന പോലെ കണ്ണുകൾ തുറന്നു നോക്കി. പിന്നെ വീണ്ടും കണ്ണുകൾ അടച്ചു. അവൾക്ക് കൗതുകം തോന്നി. അയാളുടെ കവിളിൽ അവൾ വിരൽ കൊണ്ട് തലോടി. വിരലുകൾ ചുണ്ടിൽ തട്ടിയപ്പോൾ അനിരുദ്ധൻ ഉണർന്നു. തീയിൽ തൊട്ടതുപോലെ കാഞ്ചന തന്റെ കൈ പിൻവലിച്ചു. കാഞ്ചന കൊണ്ടുവച്ച ചായ കുടിക്കുമ്പോൾ അനിരുദ്ധൻ ഇടം കണ്ണുകൊണ്ട് കാഞ്ചനയെ നോക്കി. അവൾ പരുങ്ങുന്നത് കണ്ട് അവന് കൗതുകം തോന്നി. നല്ല ഒരു സാഹചര്യമാണ്. അനിരുദ്ധന്റെ നായകന് നായികയോടുള്ള പ്രണയം തുറന്നു പറയാനുള്ള അവസരമാണ്. നായികയുടെ മൃദുലവശത്തെ പുറത്തു കൊണ്ടുവരണം. എനിക്ക് നല്ല തലവേദനയായിരുന്നു. ചായ കുടിച്ചപ്പോൾ നല്ല ആശ്വാസം. ഞാൻ പോകട്ടെ. കുട്ടികൾ സ്കൂളിൽ നിന്നും വരാൻ സമയമായി. തലവേദനയ്ക്ക് മരുന്ന് വല്ലതും വാങ്ങണോ? സാധാരണ കാഞ്ചന പോകുമ്പോൾ അവനോട് അനുവാദം വാങ്ങാറില്ല. ഇന്നിവൾക്ക് എന്തുപറ്റി? എന്തിനായിരുന്നു എൻ്റെ ചുണ്ടിലേക്ക് അവളുടെ വിരലുകൾ നീങ്ങിയത്? ഞാൻ നോക്കിയപ്പോൾ അവൾ പരിങ്ങിയതെന്തിന്? ഓർത്തപ്പോൾ അനിരുദ്ധന് ചിരി വന്നു. കുളി കഴിഞ്ഞ് അനിരുദ്ധൻ എഴുതാനിരുന്നു.
നായകന്റെ മുറപ്പെണ്ണായ നായിക അടുക്കളയിൽ പാചകത്തിലാണ്. നായകൻ അവളുടെ പിന്നിൽ ചേർന്ന് നിന്നു. പരസ്പരം ഒന്നും തുറന്നു പറയാതെ അവർ സ്നേഹിക്കുന്നു. നായികയുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ നായകൻ അവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നായകൻ അവിവാഹിതനാണ്, കഥാകാരനാണ്. നായിക ഒരു പാവം വീട്ടമ്മ. കുടിയനായ ഭർത്താവ്, മാരകമായ രോഗങ്ങളുണ്ടെന്ന് നായിക സംശയിക്കുന്നു. അതിനാൽ അയാൾ കുടിച്ചു വരുന്ന രാത്രികളിൽ അവൾ അയൽ വീടുകളിൽ അഭയം തേടുന്നു. അയാളുടെ ഭീഷണി കാരണം ആരും ഇപ്പോൾ അവൾക്ക് അഭയം കൊടുക്കാറില്ല. അതിനാൽ മേജർ സാബിന്റെ പുരയിടത്തിലെ പഴയ കാലിത്തൊഴുത്ത് അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒളിക്കാനുള്ള ഇടമാണ്. അനിരുദ്ധൻ എഴുത്തു തുടർന്നു. നായകൻ തന്റെ പ്രണയാഭ്യർത്ഥന വളരെ വൈകിയെന്ന് തിരിച്ചറിയുന്നു. അവൾ ഇഷ്ടമാണെന്ന് അവൻ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എഴുത്തിൽ ഹരകയറിയ അനിരുദ്ധൻ ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല. ഒന്ന് മുള്ളാൻ എഴുന്നേറ്റപ്പോൾ മുന്നിൽ കാഞ്ചന നിൽക്കുന്നു. അവളുടെ കൈയിലെ പാത്രം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അനിരുദ്ധൻ ചാവക്കാട് കുള്ളനെ ഒന്ന് വലം വെച്ച് വന്നപ്പോഴേക്കും ചൂട് കഞ്ഞിയും പയറും അവൾ പാത്രത്തിൽ വിളമ്പിയിരിക്കുന്നു. അവൾ പോകാനായി ധൃതി വെച്ചു. തലവേദന മാറിയോ? ഇല്ല. പക്ഷെ എഴുതാൻ നല്ല മൂഡ് തോന്നി. പിന്നെ വേദന വകവെച്ചില്ല. കഞ്ഞി കുടിച്ചിട്ട് വാതിലടച്ച് കിടക്കണേ. ഉച്ചയ്ക്ക് വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റിയത്. നായികയുടെ കരസ്പർശം നായകന് വല്ലാത്ത ഊർജം നൽകി. അനിരുദ്ധൻ തന്റെ കവിളിൽ തലോടി. അയാൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ തന്റെ കയ്യിലിരുന്ന ബാം അവൾ അയാളുടെ ചെന്നിയിൽ പുരട്ടി. ആ സമയത്ത് അയാൾ കണ്ണടച്ചു കസേരയിൽ ചാരിയിരുന്നു. അവളുടെ കൈകളുടെ നൈർമല്യം, ബാമിന്റെ കുളിർമ, തന്നിലേക്ക് അഗ്നി പ്രവേശിക്കുന്നത് അനിരുദ്ധൻ അറിഞ്ഞു. പെട്ടെന്നായിരുന്നു അനിരുദ്ധൻ അവളുടെ വിരലുകളിൽ ചുംബിച്ചു. കാഞ്ചന ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അനിരുദ്ധൻ വല്ലാതെയായി. അവൾ അനിരുദ്ധന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. അനിരുദ്ധൻ എഴുന്നേറ്റ് അവളുടെ പിന്നിൽ അവളോട് ചേർന്ന് നിന്നു. അയാളുടെ നിശ്വാസങ്ങൾ അവളുടെ പിൻകഴുത്തിൽ തട്ടി. കാച്ചെണ്ണയുള്ള മുടിയിഴകളെ അയാൾ ചുംബിച്ചു. ആദ്യമായാണ് അയാൾ ഒരു സ്ത്രീയോട് ഈ രീതിയിൽ പെരുമാറുന്നത്. അയാൾ തന്റെ 2 കൈകൾ കൊണ്ടും അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു. അനുസരണയുള്ള പൂച്ചക്കുട്ടിയെപ്പോലെ അവൾ അവനോട് ചേർന്ന് നിന്നു. അനിരുദ്ധൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. കാഞ്ചനയുടെ കണ്ണുകളിലെ തിളക്കം അയാൾ ശ്രദ്ധിച്ചു. അയാൾ അവളിലേക്ക് അലിയാൻ തുടങ്ങി. പെട്ടെന്ന് കാഞ്ചന അയാളെ തള്ളിമാറ്റി. കുട്ടികൾ അവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ പോയി കഞ്ഞി കൊടുക്കട്ടെ. അനിരുദ്ധന് നിരാശ തോന്നി. അയാൾ ചൂടുള്ള കഞ്ഞിയിൽ സ്പൂണിട്ടിളക്കി. അവിടെ അയാൾക്ക് അവളുടെ സാന്നിധ്യം തോന്നി. അവളുടെ ചിരി, അവളുടെ മനോഹരമായ നുണക്കുഴി. അയാൾ ആർത്തിയോടെ കഞ്ഞി കുടിച്ചു. പാത്രം കഴുകി കമിഴ്ത്തി. അയാൾക്കന്ന് ഒരു വരി പോലും എഴുതാൻ സാധിച്ചില്ല. അയാൾ 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മയെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എഴുത്തിന്റെ കഷ്ടപ്പാടുകൾ അയാൾ അമ്മയോട് പറഞ്ഞു. അയാൾ ഉറങ്ങാൻ കിടന്നപ്പോൾ പതിവില്ലാതെ തലയണയെ വാരിപ്പുണർന്നു. വാതിലിൽ മുട്ടുകേട്ടാണ് ഉണർന്നത്. കുളിച്ച് തുളസിക്കതിർ ചൂടിയാണ് കാഞ്ചന വരുന്നത്. അവൾ അയാളുടെ മുഖത്ത് നോക്കിയതേയില്ല. ഇന്നലത്തെ തന്റെ പ്രവൃത്തി അവൾക്ക് ഇഷ്ടമായി കാണില്ല. ചായ കൊണ്ട് തന്നപ്പോൾ ഇന്ന് ഊണ് താൻ വീട്ടിൽ കൊണ്ടുവരാമെന്നറിയിച്ചു. അതൊന്നും വേണ്ട, ഞാൻ കാരണം താൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു, അനിരുദ്ധൻ പിണക്കം നടിച്ചു പറഞ്ഞു. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഇന്നെന്റെ പിറന്നാളാണ്, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. അങ്ങോട്ട് വിളിക്കണമെന്നുണ്ട്, പക്ഷേ ഈ നാട്ടാർക്കതൊന്നും ഇഷ്ടമാവില്ല. ഇവിടെയാകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവൾക്ക് തന്നോട് പിണക്കമില്ല. എന്നാലും അവൾ പിറന്നാൾ സദ്യ തരുമ്പോൾ താൻ എന്താണ് അവൾക്ക് പിറന്നാൾ സമ്മാനം നൽകുക? തൂശനിലയിൽ അവൾ ഒരുക്കിയ ചെറിയ സദ്യ മുഖാമുഖം നോക്കി കഴിക്കാനിരുന്നു. ആദ്യ ഉരുള അവളുടെ വായിലേക്ക് വെച്ചുകൊടുത്തു. അവൾ ചിരിയോടെ അത് കഴിക്കുകയും അയാളുടെ വിരൽത്തുമ്പിൽ ഒരു കടി നൽകുകയും ചെയ്തു. സന്തോഷത്തോടെ അവർ പരസ്പരം നോക്കി. പുഞ്ചിരിയോടെ ആഹാരം കഴിച്ചു. ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ നിറയുന്നത് അനിരുദ്ധൻ കണ്ടു. അയാൾ കാണാതെ വളരെ തന്ത്രപരമായി അവളത് തുടച്ചുമാറ്റി. ഊണ് കഴിഞ്ഞവർ കഥകളെപ്പറ്റി തുറന്ന് സംസാരിച്ചു. അനിരുദ്ധന്റെ കഥകളിലെ ആണുങ്ങൾക്കൊക്കെ ഇത്തിരി ധൈര്യക്കുറവുണ്ടെന്ന് കാഞ്ചന കളിയാക്കി. ഞാൻ പോട്ടെ, പാൽ വാങ്ങാൻ ഓരോരുത്തരായി വരും. എന്നെ കണ്ടിലയിൽ കഥകളിറങ്ങും. അനിരുദ്ധൻ വർണ്ണപ്പൊതികളിൽ പൊതിഞ്ഞ അയാളുടെ ഒരു കഥാസമാഹാരം അവൾക്ക് നൽകി. കഥാകാരന്റെ പിറന്നാൾ സമ്മാനം അതെനിക്ക് ഇന്നലെ കിട്ടിയല്ലോ, സ്നേഹസമ്മാനം. ഒരു കുസൃതി ചിരിയോടെ അവൾ അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അയാൾ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മഴയുള്ളൊരു രാത്രി. കുടയും പിടിച്ച് ചാവക്കാടന്റെ അടുത്തുപോയി വന്നപ്പോൾ തൊഴുത്തിലൊരു അനക്കം കേട്ടാണ് അനിരുദ്ധൻ പോയി നോക്കിയത്. നനഞ്ഞ തറയിലിരിക്കുന്ന കാഞ്ചന, അവളുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന 2 കുഞ്ഞുങ്ങൾ. അനിരുദ്ധൻ അവളുടെ വീടിന്റെ ഭാഗത്തേക്ക് നടന്നു. അവിടെ ഇരുട്ടത്ത്
അവളെ തേടി ഓടി നടക്കുന്ന അവളുടെ ഭർത്താവ് ലോറിക്കാരൻ പ്രസാദ്. അയാളുടെ കയ്യിലെ തിളങ്ങുന്ന വെട്ടുകത്തിയും കൂടെയുള്ള 2 ആണുങ്ങളെയും ഇരുട്ടിൽ മറഞ്ഞു നിന്ന് അനിരുദ്ധൻ വീക്ഷിച്ചു. അവർ ലോറിയെടുത്ത് മറയുന്നതുവരെ അനിരുദ്ധൻ അവിടെ ഒളിച്ചു നിന്നു. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ ഓരോരുത്തരെയായി അയാൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് നടന്നു. ഒടുവിൽ കാഞ്ചനയുടെ കൂടെ കുടക്കീഴിൽ നടക്കുമ്പോൾ അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ഞാനവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തു. എന്നെ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിനി അയാളുടെ ഒപ്പം വയ്യ. പല സ്ത്രീകളുടെ കൂടെ നടക്കുവാനാണ്. എന്തൊക്കെയോ സൂക്കേടുണ്ട്. എനിക്ക് കൂടി പിടിപെട്ടാൽ വയ്യ. ഈ 2 പിള്ളേരെ വളർത്തണ്ടേ? താലി ഊരി എറിഞ്ഞു കൊടുക്കണമെന്ന് കരുതിയതാണ്. ഊരി എറിയാഞ്ഞതെന്താ? കാഞ്ചന പൊട്ടിക്കരഞ്ഞു. അടികൊണ്ട് ചുവന്നു വീർത്ത അവളുടെ കവിളിൽ അയാൾ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. തന്റെ കട്ടിൽ അമ്മയ്ക്കും മക്കൾക്കുമായി ഒഴിഞ്ഞുകൊടുത്തു. അയാൾ പുറത്തെ വരാന്തയിൽ വന്നു കിടന്നു. അനിക്കുട്ടാ, വിളികേട്ടാണ് അനിരുദ്ധൻ കണ്ണു തുറന്നത്. അയാളോടൊപ്പം അവളും വന്ന് കിടന്നിരുന്നു. പുലരും വരെ തന്റെ ജീവിതകഥ അവൾ അവനോട് പറഞ്ഞു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് ചുംബനങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു അവരുടെ ഇടയിൽ. അവൻ എഴുതുമ്പോൾ നോക്കിയിരിക്കുക, എഴുതുന്ന അവന്റെ പിന്നിൽ ചേർന്ന് നോക്കി നിൽക്കുക, അവന്റെ തലയിൽ ചുംബിക്കുക, ചെവിയിൽ അനിക്കുട്ട എന്ന് വിളിക്കുക. അപ്പോൾ അവൻ അവളുടെ മാറിലേക്ക് തല ചേർത്ത് വെച്ച് കണ്ണടച്ചിരിക്കും. 2 പേർക്കും പരസ്പരം ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ? അനിരുദ്ധൻ തന്റെ സംശയം പ്രകടിപ്പിച്ചു. അതിനു മറുപടി പറയാതെ അവൾ അവനോട് കുറേ കൂടി ചേർന്ന് കിടന്നു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. നമ്മുടെ ബന്ധം പോലെ അത് ഹിതമാണോ അഹിതമാണോ എന്നതടക്കം. അതിനുത്തരവുണ്ട്. നീയും നിന്റെ സ്നേഹവും എനിക്ക് ഹിതമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയണ്ട. രാവിലെ ഉണർന്ന് കാഞ്ചനയെ കാത്തിരിക്കുകയായിരുന്നു. അവൾ അവന്റെ കവിളിൽ പതിവ് ചുംബനം നൽകി. അമ്മയ്ക്ക് വയ്യാന്ന് ഏട്ടത്തിയമ്മയുടെ ഫോൺ വന്നു. ആശുപത്രിയിലാണ്. ഞാനൊന്ന് നാട്ടിൽ പോയി വരാം. അമ്മയ്ക്ക് ഭേദമായി. 2 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് മടങ്ങി വന്നത്. ലീവ് അവസാനിക്കാറായി. എഴുത്ത് പാതി വഴിയിലാണ്. അതിനിടയ്ക്കാണ് മനസ്സിൽ പ്രണയം ചേക്കേറിയത്. കാഞ്ചനയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടുപോയി. 2 ദിവസത്തെ വിരഹദുഃഖം ചെറുതല്ലായിരുന്നു. ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്ക്. അനിരുദ്ധൻ കൊടുത്ത നീല നിറത്തിലുള്ള സാരി അവൾ കവിളിൽ ചേർത്തു. അയ്യോ, ഇതെനിക്ക് സ്വീകരിക്കാനാകില്ല. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. അലമാരയിൽ ഇസ്തിരിയിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഷർട്ടുകളുടെ ഇടയിൽ അവൾ സാരി കൊണ്ടുവച്ചു. ആദ്യമായി സ്നേഹത്തോടെ ലഭിച്ച പുടവയാണ്. പിരിഞ്ഞു പോകാൻ നേരം ഞാൻ കൊണ്ടുപോകാം. അവളുടെ വാക്കുകൾ അനിരുദ്ധനെ വേദനിപ്പിച്ചു. അവൾ നിറകണ്ണുകളാൽ അവനെ നോക്കി. 2 ആഴ്ച ഉറക്കം പോലും ഉപേക്ഷിച്ച് അനിരുദ്ധൻ എഴുതി. ജോലി തീർത്തു പോകാൻ ധൃതിയായല്ലേ? ജോലി എത്രയും പെട്ടെന്ന് തീർക്കണം. പക്ഷേ പോകാൻ മനസ്സില്ല. ഒരു ദിവസം രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് കാഞ്ചന വന്നു. അന്നവൾ നല്ല സന്തോഷവതിയായിരുന്നു. ഞാനിന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാനും എൻ്റെ അനിക്കുട്ടനും കൂടെ കടൽ തീരത്ത്. എന്നിട്ടെന്താ ഉണ്ടായേ? അത് ഞാൻ പറയില്ല. അനിരുദ്ധൻ കാഞ്ചനയെ തന്നിലേക്ക് ബലമായി ചേർത്ത് പിടിച്ചു. പറയാതെ നിന്നെ ഞാൻ വിടില്ല. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും തൊട്ടുപിന്നിൽ കോശി നിൽക്കുന്നു. 2 പേരും കൂടി മേജർ സാറിന് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കരുത്. കാഞ്ചന തലകുനിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്താടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഒരു ലോറിക്കാരന്റെ ഭാര്യയെ? കഥയുടെ കാര്യത്തിൽ കോശി 100% തൃപ്തനായിരുന്നു. അന്ന് രാത്രിയിൽ ടൗണിൽ അതിന്റെ ആഘോഷം നടന്നു. അതിനിടയിൽ കാഞ്ചനയെ മറന്നുപോയി. കോശിയോട് 2 ദിവസത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കോശി കാറുമായി വരുമ്പോൾ നാട്ടിലേക്ക് മടങ്ങണം. വെറും 2 ദിവസമേയുള്ളൂ. ഈ നാടിനെ പിരിയണം. തന്റെ പ്രിയപ്പെട്ട കാഞ്ചനയെ പിരിയണം. ഒരു തീരുമാനം ഉടനെടുക്കണം. അന്ന് കാഞ്ചനയെ കണ്ടില്ല. ആ രാത്രിയിൽ മൂത്രമൊഴിക്കാനായി കുറേ പ്രാവശ്യം എഴുന്നേറ്റു. ചാവക്കാട് കുള്ളന്റെ ചുവട്ടിൽ നിന്നാൽ അവളുടെ വീട് കാണാം. അവൾ എന്താ വരാത്തത്? കോശി പറഞ്ഞത് എന്തിനാണാവോ അവൾ കാര്യമാക്കിയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനല്ലേ അവളെ സ്നേഹിക്കുന്നത്. വെളുപ്പാങ്കാലത്ത് ആരോ വാതിലിൽ മുട്ടുന്നു. മുന്നിൽ കാഞ്ചനയുടെ മൂത്ത മകൻ. മാമ, ഓടിവായോ അമ്മ. എന്താപത്ത് വന്നാലും മാമനെ വിളിക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. അവനോടൊപ്പം ഓടിച്ചെല്ലുമ്പോൾ കയറിൽ തൂങ്ങിപ്പിടയുന്ന കാഞ്ചന. പെട്ടെന്ന് കയർ അറുത്തുവിട്ടു. കാഞ്ചന താഴെ വീണു. ദേഷ്യത്തിന് അവളുടെ 2 കവിളിലും മാറി മാറി അടിച്ചു. കുട്ടികളുടെ ദയനീയ മുഖം കണ്ടപ്പോൾ സംയമനം പാലിച്ചു. അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. എന്തിനായിരുന്നു? നാളെ പോകില്ലേ എന്നെ വിട്ട്? കോശി സാർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ വെറും ലോറിക്കാരൻ്റെ ഭാര്യയല്ലേ? അയാളുടെ വാക്കുകളാണോ നിനക്ക് മുഖ്യം? ഞാൻ പോയിട്ട് മടങ്ങി വരും. നിനക്കെന്നെ ഇതുവരെ മനസ്സിലായില്ലേ? നാരായണൻ നായർ വിവാഹമോചനത്തിൻ്റെ പേപ്പറുമായി വരും. ഒപ്പിട്ട് കൊടുക്കണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കാഞ്ചനയുടെ കണ്ണുകൾ നിറഞ്ഞു.
ഈ സാരി എനിക്ക് നന്നായി ചേരുന്നുണ്ടോ? അവൾ ഉടുത്തിരുന്ന സാരി അനിരുദ്ധൻ ശ്രദ്ധിച്ചു. കള്ളി, ഇത് അലമാരയിൽ നിന്ന് എപ്പോൾ എടുത്തോണ്ട് പോയി? അനിരുദ്ധൻ പൊട്ടിച്ചിരിച്ചു. അയാൾ അവളെ ചേർത്ത് പിടിച്ച് മൂർധാവിലും ചുണ്ടുകളിലും കവിളുകളിലും മാറി മാറി ഉമ്മ വെച്ചു. ആ ചുംബനമഴയിൽ മുങ്ങിത്താഴാതെ ഇരിക്കാൻ അവൾ അയാളുടെ ഷർട്ടിൽ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.